നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി പലപ്പോഴും വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴിതാ 8ാം പ്രതിയായ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലെന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. ചാരക്കേസ് പോലെ പോലീസ് ദിലീപിനെതിരെ പൾസർ സുനിക്കൊപ്പമെന്ന് പറയുന്ന ഫോട്ടോയടക്കം വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് രാഹുൽ ഈശ്വർ ആരോപിക്കുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ദിലീപിന്റെ കേസിൽ ഇന്നല്ലെങ്കിൽ നാളെ വിധി വരുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. കൂടിപ്പോയാൽ 2-3 മാസം ദിലീപിനെതിരെ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നതിന് കടുകുമണിയോളം പോലും തെളിവില്ല. പക്ഷേ ദിലീപിനെ ഇത്രയും കാലമായി വേട്ടയാടുന്നു, അപ്പോൾ ഒന്നുമില്ലാതെ പോലീസ് അങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നും, തീയില്ലാതെ പുകയുണ്ടാകുമോ? 86 ദിവസം ജയിലിൽ കിടന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്ത് കാണും. ഒരു കുറ്റം ചെയ്യാതെയാണ് നമ്പി നാരായണൻ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാൾ 50 ദിവസം ജയിലിൽ കിടന്നത്. മാലിദ്വീപിൽ നിന്ന് വന്ന 2 സ്ത്രീകളിൽ ഒരാളായ മറിയം റഷീദയോട് അന്നത്തെ ഒരു CIക്ക് ലൈംഗികമായ താല്പര്യം തോന്നി. 2-3 തവണ അവരെ സമീപിച്ചു. അവർ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവരോടുള്ള ദേഷ്യം തീർക്കാൻ ബാക്കി കഥകളൊക്കെ വെച്ച് ഇയാൾ ഒരു കഥയുണ്ടാക്കി. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, CBIയുടെ കുറ്റപത്രമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചാരക്കേസായി മാറിയത് ഈ സ്ത്രീയോട് തോന്നിയ ലൈംഗിക താല്പര്യം നടക്കാതെ പോയപ്പോൾ പോലീസുകാരനുണ്ടാക്കിയ കഥയോട് കൂടിയാണ്. പോലീസുകാരോട് താൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് കഥ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ പോലീസിൽ നിൽക്കരുത്, സിനിമാ രംഗത്തേക്ക് വരണമെന്ന്. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് FIR ഇട്ടു. എന്തേ ഇപ്പോൾ ഇത് അന്വേഷിക്കണ്ടേ? ആ കേസിൽ എന്തെങ്കിലും വിവരങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടോ? 86 ദിവസം എന്തിനാണ് ദിലീപ് ജയിലിൽ കിടന്നത്? പുള്ളിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. ദിലീപിന്റെ കേസ് നീണ്ടുപോകുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ പ്രശ്നം കാരണമാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. റൺ ബേബി റൺ എന്ന സിനിമയിലേതുപോലെയാണ് സംഭവിക്കുന്നത്. കോടതിയിൽ തെളിവുണ്ടത്രേ, ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ടത്രേ. ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്നൊക്കെ പോലീസ് പറയും. അപ്പോൾ അന്വേഷിക്കരുത് എന്ന് കോടതിക്ക് പറയാൻ സാധിക്കുമോ? 2 ആഴ്ച കഴിഞ്ഞ് വരൂ എന്ന് കോടതി പറയും. വരുമ്പോൾ പോലീസ് പറയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. വീണ്ടും 2 ആഴ്ച കൂടി, അത് കഴിഞ്ഞ് കോടതി അവധിയായിരിക്കും. ഇങ്ങനെയാണ് ആ മനുഷ്യൻ 56 ദിവസം ജയിലിൽ കിടന്നത്. ദിലീപിനും കാവ്യയ്ക്കും മീനാക്ഷിക്കും ഉണ്ടായ മാനസിക വേദന എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എഴുതി വെച്ചോളൂ, ദിലീപ് നിരപരാധിയാണ്. ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരും എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. സിനിമാ ലോകത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നിട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17-ന് 8 വർഷം പൂർത്തിയായിരിക്കുകയാണ്. വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2017 ഫെബ്രുവരി 17-നാണ് എറണാകുളത്ത് നടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. കൃത്യം നിർവഹിച്ച പൾസർ സുനി, സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ 15 പേരാണ് കേസിലെ പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ.